ॐ ॐ भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतपदकमलं श्रीगुरून् वैष्णवां च। श्रीरूपं साग्रजातान् सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपदान् सहगणा ललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धु दीनबन्धु जगल्पदे गोपेश गोपिका कान्त श्रीराधा कान्ता नमस्तुते। सप्त काञ्चन गौरांगी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു ഹരേ കൃഷ്ണ പറയാം. ഹരേ നിങ്ങളുടെയൊക്കെ ശബ്ദം കൃഷ്ണ പ്രഭു, പ്രണാം. ഹരേ കൃഷ്ണ. കുറെ നാളുകൾക്ക് ശേഷം പ്രഭുവിനെ കണ്ട് പ്രഭു സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ. എക്സാക്ട്ലി 6 മാസമായി. ജനുവരി 16 17 ഉണ്ടായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ക്ലാസ്. 21 എനിക്ക് അറ്റാക്ക് ഉണ്ടായത്. ഇപ്പൊ വളരെ സുഖമായിട്ടിരിക്കുന്നു, മെഡിസിൻ കഴിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണാനും രണ്ടാമത് ഭാഗവതം ക്ലാസ് തുടങ്ങാനും കഴിഞ്ഞുകൊണ്ട് മനസ്സിനും വളരെ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ഒരു സത്യം പറഞ്ഞാൽ വീർപ്പുമുട്ടി കഴിയുമായിരുന്നു എപ്പോൾ ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്ന്. ബാംഗ്ലൂരിൽ തന്നെ മക്കൾ ഇങ്ങോട്ട് വിടുന്നില്ലായിരുന്നു. മക്കളും മക്കളും വിടുന്നില്ല, പോകണ്ട അച്ഛാ, ഇവിടെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. അവര് കരയുമായിരുന്നു പോകണ്ടെന്ന് പറഞ്ഞ്, ഞാൻ കരയായിരുന്നു പോകണമെന്നും പറഞ്ഞ്. അവസാനം ഞാൻ ജയിച്ചു. പിന്നെ വന്നു. എനിക്ക് നാസിക്കില്ല, ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ രാധാ മദൻ ഗോപാലിനെ രാവിലെ കാണണം, ഭക്തരുടെ കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതേ ഉള്ളു ജീവിതത്തിൽ. ഇനി ബാക്കി ഓക്കെ, നമുക്ക് കിടക്കാം. അപ്പൊ നമ്മള് 5 അധ്യായം ചർച്ച ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ, 10 ക്ലാസ്സുകളിലായിട്ട്. അതൊന്ന് റീക്യാപ്പ് ചെയ്യണം മൊത്തം. കാരണം ഈ 6 മാസം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ടച്ച് വിട്ടുപോകും. നമുക്ക് ഈ 2 ക്ലാസ്സിലായിട്ട് ഇന്നും നാളെയായിട്ട് 5 അധ്യായം ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അതായത് 10 ക്ലാസ്സിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്തോ അത് 2 ക്ലാസ്സിലായിട്ട് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ടച്ച് അങ്ങ് പോകും. അത് ശരിയല്ലേ? എല്ലാവരുടെയും അഭിപ്രായം എന്താ? അതെ പ്രഭു. അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആദ്യം പ്രധാനമായിട്ട് പറഞ്ഞത് കൃഷ്ണഭക്തിയിൽ 3 കാര്യങ്ങളാണ് വേണ്ടത്. 1 ഭഗവാൻ വേണം, ഏതൊരു ഭക്തിയിലായാലും ഭഗവാൻ വേണം. 2 ഭക്തര് വേണം. 3 ഭക്തി വേണം. ഇത് 3നെയും കുറിച്ച് മാത്രമാണ് ഭാഗവതത്തിലെ ചർച്ച. ശ്രീമദ് ഭാഗവത്തിൽ ഏത് പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ശരി, ഏത് അധ്യായം എടുത്ത് നോക്കിയാലും ശരി, അതിനകത്ത് കാണാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. ഒന്നിൽ ഭഗവാനെ കുറിച്ച്, അല്ലെ ഭഗവാന്റെ ഭക്തരെ കുറിച്ച്, അല്ലെ ഭക്തിയെ കുറിച്ചുള്ള വർണ്ണനയാണ്. അതുകൊണ്ടാണ് വ്യാസഭഗവാന് ഭാഗവതം എഴുതേണ്ടി വന്ന കാര്യം. ബാക്കി ഒരു പുരാണങ്ങളിലും ഈവൻ വേദങ്ങളിലും ഭഗവാനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഭാഗവത്തിൽ മാത്രമാണ് ഭഗവാൻ, ഒള്ളി എക്സ്ക്ലൂസീവ്ലി ഫോർ ഭഗവാൻ.
അപ്പൊ ആദ്യത്തെ ശ്ലോകം തന്നെ തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവനായ ഭഗവാനെ ശുകഗോസ്വാമി പ്രണമിക്കുന്നു. അപ്പൊ ആദ്യ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞ ജന്മ ആദി അസ്യ അന്വതായ യഥാർത്ഥേഷ അവിഞ്ച സുര തേനെ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേ സൂരയ തേജോ മാരി മൃതാം യഥാ വിനിമേ എത്ര തിരുസർഗമൃഷ ദാമ്ന സേന സദാ നിരസ്തഗുകം സത്യം പരന്തേമി. നമ്മുടെ അതിനകത്ത് കണ്ടിരുന്നത് 7 ഗുണങ്ങൾ ഭഗവാന്റെ വർണ്ണനയാണ്. അപ്പൊ ഓരോ ഗുണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഉള്ളി ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം പറയാം. ജന്മാദിയും തുടങ്ങുന്നത് ആരാണ്, സൃഷ്ടി സ്ഥിതി സംഹാരം, ഇവയ്ക്ക് ആരാണോ കാരണഭൂതൻ. അന്വയാദ് ഇതരത ചാർത്തേഷ അഭിഞ്ചസ്വരാണ്, ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയുന്നവൻ, എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നവൻ. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, ഈ പ്രപഞ്ചം അതിന്റെ ഉദ്ദേശം ഇവയെല്ലാം അറിയുന്നവൻ. ഇതാണ് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം സ്വരാട്. സ്വരാട് എന്ന് പറഞ്ഞാൽ സൂപ്രീമലി ഇൻഡിപെൻഡന്റ്, അതിൽ ആരിലും ആശ്രയമില്ല. ഭഗവാനെ എല്ലാവരും ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഭഗവാനിൽ ആരുടെയും ആശ്രയം വേണ്ടി. ഇത് ഭഗവത്ഗീതയിൽ വളരെ വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പരിപൂർണ സ്വതന്ത്രൻ, അതാണ് സ്വരാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാലാമത്തെ വിശേഷം തേനെ ബ്രഹ്മഹൃദായ ആദികവിയെ, ആരാണോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ അറിവിന്റെ പ്രകാശം പകർന്നു നൽകിയത്. അഞ്ചാമത്തെ വിശേഷണം മുഖ്യന്ത്യ സൂരയ. സൂര്യ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മുനിമാരും ദേവന്മാരും, അവരെ പോലും മോഹിപ്പിക്കുന്നവൻ. അത് എന്തുകൊണ്ടാണ് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നിലും മോഹമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് അവർ സൂര്യ എന്ന് പറയുന്നത്. വലിയ വലിയ മുനിമാര്, ദേവന്മാരെന്ന് പറയാൻ പറ്റില്ല, മുനിമാര്, അവർക്കൊന്നിനും, ദേവന്മാരെയും സൂര്യ എന്ന് പറയുന്നത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ രാജാവ്, അവരെ മോഹിപ്പിക്കുന്നതാണ് ഭഗവാൻ. അപ്പൊ എല്ലാവരെയും മോഹിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവൻ, ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവൻ, മുനിമാരെ പോലും മോഹിപ്പിക്കുന്ന, ഒന്നിലും മോഹമില്ലാത്ത മുനിമാരെ പോലും മോഹിപ്പിക്കുന്നവൻ, എല്ലാം അറിയുന്ന ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയാത്തവൻ. അതാണ് എന്റെ അർത്ഥം. ആറാമത്തെ വിശേഷണം തേജ വാരി മൃതാം ഹൃദയ വിനമയ. അതായത് ഇവിടെ ചിലപ്പോഴും നമുക്ക് അതിനകത്ത് ട്രാൻസ്ലേഷനിൽ ഇപ്പോൾ നടക്കുന്ന അഗ്നി കാണുമ്പോൾ ജലമാണെന്ന് തോന്നാം, അല്ലെങ്കിൽ ഭൂമി കാണുമ്പോൾ ജലമാണെന്ന് തോന്നാം. ഇതൊക്കെ അതായത് മരീചിക പോലെ തോന്നാം. അതായത് പ്രകൃതിയിൽ ഓരോന്നും കണ്ട് കൺഫ്യൂഷൻ ആകും നമുക്ക്. അതായത് ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് ലീലയെ കുറിച്ച് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ 4ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് ജന്മകർമ്മ ചമേവ് ദിവ്യം ഏവം യോവേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേരി സ്വാർജുന. ജന്മകർമ്മ ചമേ ദിവ്യം, മേ ദിവ്യം, എന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് ആരാണോ വേത്തി അറിയുന്നത്, തത്വപരമായിട്ട് അറിയുന്നത്, അവർക്ക് മരണശേഷം ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. കാരണം ഭഗവാന്റെ ജന്മവും കർമ്മവും അത്ര ദിവ്യമാണ്, അത് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. തേജോ വാരി മൃതാം യഥാ വിനിമയോ എത്ര തിരുസർഗോ അമൃഷ. ഭഗവാന്റെ മായാശക്തിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ഭൗതിക ലോകം ക്ഷണികമാണ്, ഇവിടെ ഒന്നും ശാശ്വതമല്ല. എന്നാൽ ആ മായാശക്തിയുടെ പ്രണയം എല്ലാം നമുക്ക് ശാശ്വതമാണെന്ന് തോന്നും. അതാണ് ഭഗവാന്റെ 6ാമത്തെ വിശേഷം. 7ാമത്തെ എന്ന് പറഞ്ഞാൽ ധാമ്നാശേത നരസ്ത കുഹകം സത്യം പരന്തീമഹി. നമ്മൾ ആദ്യത്തെ വിശേഷണത്തിൽ കണ്ടതുപോലെ ഈ ലോകം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും ഭഗവാൻ വസിക്കുന്ന എവിടെയാണ്? ധാമ്നാസേന സദാ നിരസ്ത, ഭഗവാന്റെ സ്വന്തം ധാമത്തിൽ. അതോ നിരസ്ത കുഹകം, അതായത് ഭൗതിക ലോകത്തിൽ അവിടെ ഭഗവാന്റെ മായാശക്തിയുടെ പ്രഭാവമില്ല, യാതൊരു മായാ പ്രഭാവവും ഇല്ലാത്തതാണ്. അതാണ് നിരസ്ത കുഹകം. അവിടെ ഭഗവാന്റെ ശക്തി, ഒരു ശക്തി മാത്രമേ ഉള്ളൂ, അത് ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. ശ്ലോകം ശുഗോസ്വാമി അവസാനിപ്പിക്കുന്ന കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പരം ധീമഹി, ഈ പറഞ്ഞ 7 ഗുണങ്ങളുള്ള ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു, നമുക്ക് എല്ലാവർക്കും വന്ദിക്കാം. ഇങ്ങനെയാണ് ആദ്യത്തെ ശ്ലോകം തീരുന്നത്. അപ്പം ഇതിനെല്ലാം ഇപ്പൊ ആരെങ്കിലും ചോദിക്കണം വാട്ട് ഈസ് ദി പ്രൂഫ്, കൃഷ്ണനാണ് സുപ്രീം ലോർഡ്, അതിന്റെ പ്രൂഫാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ സുപ്രീം ലോർഡ് ഭഗവാനാണെന്നുള്ളതിന് എന്താണ് പ്രൂഫ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രൂഫേ ഉള്ളൂ, അത് ശ്രീമദ് ഭാഗവതം. ഭാഗവത്തിൽ എല്ലായിടത്തും വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാനാണ് സുപ്രേതംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയംദ്രാരി വ്യാകുല ലോകം ഘടയന്തി യുഗ യുഗേ. 1ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ സ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഭഗവാന്റെ അംശത്തിന്റെ അംശമൊക്കെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. ഇനി 2ാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മപ്രോചിത കൈതവും അത്ര പരമോ നിൽ മത്സരാണാം സാധാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവനം താപത്രയോന്മൂലനം
ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംബ പരേരീശ്വര സദ്യ ഗുരുതേ തത്ര കൃതിവി സുശ്രുവി തക്ഷണ. അതിലും 7 വിശേഷങ്ങളാണ് ഭാഗവത്തിനെ കുറിച്ച്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ചുള്ള 7 വിശേഷണമാണെങ്കിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവത്തിനെ കുറിച്ചുള്ള 7 വിശേഷമാണ്. ധർമ്മപ്രോചിത കൈതവോ, ധർമ്മം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം, ഡ്യൂട്ടി, ഗുണം എന്നാണ്. കൈതവ ധർമ്മം എന്ന് പറഞ്ഞാല് 4 പുരുഷാർത്ഥങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൃഷ്ടി, രചന. ഏതൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനെ ആദ്യമേ ഭാഗവതം തള്ളിക്കളയുകയാണ്, അതിനെ ത്യജിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഭാഗവതം എഴുതേണ്ടി വന്നത്. കാരണം ഏതൊരു വ്യക്തി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷത്തിലോട്ട് പോകുന്നോ അവര് കാമം വരെ പോകും. ആഗ്രഹം പൂർത്തീകരിച്ച് ഒരിക്കലും തീരില്ല. അപ്പൊ പിന്നെ മോക്ഷത്തിലോട്ട് പോകത്തില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഭക്തിയോഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഭാഗവത്തിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈതധർമ്മം ഉപേക്ഷിക്കുക. ഭാഗവധർമ്മത്തിന്റെ രണ്ടാമത്തെ വിശേഷണം അത് ഏറ്റവും പരമധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാ പരംധർമ്മം എന്താണെന്ന് എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതായത് സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷ രണ്ടാമത്തെ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മൂന്നാമത്തേത് നിൽമത്സരാണാം സദാം വേദ്യം, അതായത് മനസ്സിൽ അസൂയ കുശുമ്പ്. ഭഗവത്ഗീതയിലും 3ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട് ഭാഗവതത്തില്. അതായത് ഏതൊരു മനുഷ്യന്റെ മനസ്സില് അസൂയ കുശുമ്പ് ഇല്ലയോ അവർക്ക് മാത്രമേ ഭാഗവത തത്വം മനസ്സിലാക്കാൻ പറ്റൂ. ഭാഗവത്തിലെ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാം, ഭാഗവത്തിന്റെ കഥകൾ കാണാതെ പഠിക്കാം. ഭാഗവത തത്വങ്ങൾ മനസ്സിലാകണമെങ്കിൽ അവരുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. അസൂയ ഉണ്ടാകാൻ പാടില്ല, കുശുമ്പുണ്ടാകാൻ പാടില്ല. കുശുംബാസൂയയും ഭായി ബഹനെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, ഈ കണ്ടീഷൻ എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്? അസൂയയും കുശുമ്പും പാടില്ലാത്ത എന്തുകൊണ്ട്? ഇപ്പൊ ഒരാൾ നമ്മളെക്കാട്ടി നല്ലോണം കീർത്തനം ചൊല്ലുന്നു, നമ്മളെക്കാട്ടി കൂടുതൽ നല്ലോണം ഭാഗവത കഥ പറയുന്നു, നമ്മളെക്കാട്ടി നല്ലോണം കുക്കിംഗ് ചെയ്യുന്നു, നമ്മളെക്കാട്ടി എന്തെങ്കിലും കഴിവുണ്ട്, ആ ഭക്തനോട് നമുക്ക് അസൂയ പാടില്ല. എന്തുകൊണ്ടാണ്? അതാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതേപോലെ എനിക്ക് ആർജിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. അതേപോലെ എന്തുകൊണ്ടാണ് പാടില്ലെന്ന് പറഞ്ഞ? എന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിലൊന്നാണ് ഈ അസൂയം, കുരുട്ടും, കുശുമ്പും. അതെ, പറഞ്ഞ് മനസ്സിലായി. പ്രഭുജി പറയാൻ കറക്റ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അത് ഒഴിവാക്കിയില്ല? എന്താ കുഴപ്പം? അതെന്റെ ചോദ്യം. അത് ഒഴിവാക്കിയില്ല, എന്താ കുഴപ്പം? ഓക്കെ, ഞാൻ പറയാം. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. അത് അർജുനോടും ഭഗവാൻ പറയുന്നുണ്ടല്ലോ, നിനക്ക് അസൂയില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്ന്. എനിക്ക് അറിയില്ല. അത് ഇനി നമ്മള് മറ്റുള്ളവരുടെ അസൂയയും ഇതൊക്കെ കണ്ടോണ്ടിരിക്കാണ്ട് ഭഗവാനെ പരിശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാനെ ചിന്തിക്കണമെന്ന് അതിനുള്ളൊരു ഇതാണോ? അറിയില്ല പ്രഭു. ശരിയാണ് മാതാജി പറഞ്ഞത്. കാരണം അസൂയ ഇല്ലെങ്കിൽ മാത്രമേ ശുദ്ധി വരത്തുള്ളൂ. കറക്റ്റ് ആണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടി ഞാൻ ക്ലാരിറ്റി പറഞ്ഞു. ഒന്ന്, ഒരു വ്യക്തിയിൽ കഴിവ് കൊടുക്കുന്നവരാ? ഭഗവാനാണ്. എന്ത് സേവിച്ചാലും കഴിവ് കൊടുത്തത് ആ വ്യക്തിക്ക് കഴിവ് കൊടുക്കുന്ന ഭഗവാനാണ്. അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ അസൂയ കാണിക്കുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ ഭഗവാനോടാണ് അസൂയ കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും അസൂയ എന്ന് നമ്മളെക്കാൾ ശ്രേഷ്ഠമായ ഏതൊരെങ്കിലും വ്യക്തിയിൽ കാണുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയോട് അസൂയ തോന്നുന്നത്. ഇനി സൗന്ദര്യമായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് കൊടുത്തത് ആരാണ്? ഭഗവാനാണ്. ഇവിടെ ഒരു ഭക്തി അല്ലെങ്കിൽ പോലും അവർക്ക് കൊടുത്ത ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ അസൂയ കാണിക്കുമ്പോൾ ആ കൊടുത്ത വ്യക്തിയോടും കൂടെ അസൂയ കാണിക്കുകയാണ്, ഭഗവാനോട് കാണിക്കുകയാണ്. ഒരു കാരണം അതാണ്. രണ്ട്, നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ, നമ്മുടെ പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് ധാം ഗോലോകവൃന്ദാവനമാണ്. അവിടെ അസൂയ കുശുമ്പിന് എൻട്രി ഇല്ല. അവിടെ ഇപ്പൊ മതങ്ങളുടെ ശുദ്ധ മനസ്സോടുകൂടി നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അസൂയയും എല്ലാത്തിന്റെയും. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, പ്രഭുജി പറഞ്ഞത് മതപരമെല്ലാം കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാ അനർത്ഥങ്ങളും ഇവിടെയും വേണ്ടെന്ന് പറയുന്ന കാരണം ഇത് തന്നെയാണ്. പക്ഷെ അസൂയയും കുശുമ്പിനും കുറച്ച് കൂടുതലാണ്. ഇപ്പൊ ഒരു ക്രോധം കാണിക്കും നമ്മൾ. ആ ക്രോധം ചിലപ്പം അത് ഇൻഡയറക്ട്ലി ഭഗവാനോട് ആയിരിക്കത്തില്ല. ബട്ട് അസൂയ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ, ആ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന
എന്തെങ്കിലും ഒരു കഴിവിന് ഒരു പ്ലസ് പോയിന്റിനോടാണ് നമുക്ക് അസൂയ തോന്നുന്നത്. ആ വ്യക്തിക്ക് അത് കൊടുത്തത് ഭഗവാനാണ്. നാലാമത്തെ വിശേഷണം വാസ്തവം അത്ര വസ്തു ശിവതം. ശിവതം എന്ന് പറഞ്ഞാൽ മംഗളമായത്. ഭാഗവതത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും മംഗളകരമായിട്ടുള്ളതാണ്. അതിന്റെ ഒരർത്ഥം. രണ്ടാമർത്ഥം, ഏതൊരു വ്യക്തി നിരന്തരം ഭാഗവതം വായിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ മംഗളകരമായതേ സംഭവിക്കൂ. ഇവിടെ മംഗളകരമായെന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പുരോഗതിക്ക് വേണ്ടി മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും. ഭാഗവതം ഭഗവാന്റെ ഗ്രന്ഥാവതരമാണ്. എപ്രകാരം ഭഗവാൻ മത്സ്യ കൂർമ്മ വരാഹമായിട്ട് അവതരിച്ചോ, എപ്രകാരം ഭഗവാൻ ഗോവർദ്ധനം മലയുടെ രൂപത്തിൽ ഗോവർദ്ധന ഭഗവാനായിട്ട് വന്നു, എപ്രകാരം ഭഗവാൻ പാർവതി ദേവിയുടെ മാനം രക്ഷിക്കാൻ വസ്ത്രാവതാരമായിട്ട് വന്നു, എപ്രകാരം നമ്മളെ പോലുള്ള ബദ്ധ ജീവാത്മാക്കളെ ബോധിപ്പിക്കാൻ വേണ്ടി ശബ്ദാവതാരം ഹരിനാമ രൂപത്തിൽ വന്നു, അതേപോലെ നമുക്കൊക്കെ വേണ്ടി മാനവരാശിക്ക് വേണ്ടി ഗ്രന്ഥ അവതാരമായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ഇത് വെറും ഒരു ഗ്രന്ഥമല്ല, ആധ്യാത്മിക ഗ്രന്ഥമല്ല, ഇത് ഭഗവാന്റെ ഗ്രന്ഥ അവതാരമാണ്. പ്രഭുപാദ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗവത്തിന്റെ ഗ്ലോറിഫിക്കേഷനിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് പ്രസാദം നിവേദ്യം ഓഫർ ചെയ്യാൻ ഭഗവാന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ ഭാഗവതം വെച്ചിട്ട് അതിൽ ഓഫർ ചെയ്യാവുന്ന വരെ, ഭാഗവതം വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭാഗവത്തിന്റെ മുമ്പിൽ ഓഫർ ചെയ്യാവുന്ന വരെ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഭാഗവത്തെ ഒരു സുഹൃത്തായിട്ട് കാണും. സുഹൃത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? സു എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ലതിന് സുന്ദരി, സുമുഖൻ. ദു എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്, ദുഷ്ടൻ, ദുര്യോധനൻ, ദുശാസനൻ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ളവൻ. നല്ല ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ചുമന്നിരിക്കുന്ന, നല്ല അർത്ഥം നല്ല വിചാരങ്ങൾ, നമ്മളെ പ്രതി നല്ല വിചാരങ്ങൾ ഉള്ളവനാണ് സുഹൃത്ത്. അത് അച്ഛനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അതിൽ ആരും ആകാം സുഹൃത്ത്. നമ്മളോട് നല്ല ബന്ധം പുലർത്തും, നമുക്ക് വേണ്ടി നല്ലത് മാത്രം ആര് ചിന്തിക്കുന്നോ അതാണ് സുഹൃത്ത്. ശ്രീമദ് ഭാഗവതം നമ്മളെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ, നമുക്ക് നല്ലത് മാത്രമേ തരത്തുള്ളൂ. നമുക്ക് കൂട്ടാൻ പറ്റാവുന്ന ഏറ്റവും നല്ല 2 സുഹൃത്തുക്കളിൽ ഒന്നാണ് ഭാഗവതം. ആദ്യത്തെ സുഹൃത്ത് ഹരിനാം. അതിനെക്കുറിച്ച് നമുക്ക് ഭാഗവതം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. അപ്പം 4ാമത്തെ വിശേഷണം, ഭാഗവതം ആരെല്ലാം വായിക്കുന്നോ, വായിക്കുന്നത് കേൾക്കുന്നു, അവർക്ക് ആധ്യാത്മികമായി മംഗളകാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. ഇനി 5ാമത്തെ വിശേഷം താപത്രയോന്മൂലനം. 3 തരത്തിലുള്ള താപങ്ങൾ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ. ഏതൊക്കെയാ? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. ഈ 3 താപങ്ങളെയും ശ്രീമദ് ഭാഗവതം ഇല്ലാതാക്കുന്നു. നിരന്തരം ഭാഗവതം ശ്രവിക്കുകയോ ഭാഗവതം വായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ 3 താപങ്ങൾ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇല്ലാതാകുന്നത്? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എങ്ങനെ ഇല്ലാതാകാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇത് 3 ഈ ഭൗതിക ലോകത്തിലേ ഉള്ളൂ. ആ വ്യക്തി ഭൗതിക ലോകത്തിലേക്ക് പിന്നെ തിരിച്ചു വരില്ല. ഏതൊരു വ്യക്തി ഭാഗവതത്തിന്റെ ശരണം പ്രാപിച്ചോ, ഭാഗവതത്തിന്റെ ഷെൽട്ടർ എടുത്തോ, ആ വ്യക്തി ഒരിക്കലും തിരിച്ച് ഭൗതിക ലോകത്തിൽ വരത്തില്ല. അങ്ങനെ നമുക്ക് താപത്രയത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഇനി 6ാമത്തെ വിശേഷം നോക്കാം. ശ്രീമദ് ഭാഗവതം മഹാമുനികൃതേ. മഹാമുനി ആരാ? വ്യാസഭഗവാൻ രചിക്കപ്പെട്ടതാണ്. വ്യാസഭഗവാൻ ഭഗവാന്റെ ശക്ത്യാവേശ അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം പരിപൂർണമാണ്, പരം സത്യമാണ്. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്റെ വാട്സാപ്പ് നോക്കിക്കറി, ഞങ്ങൾ ടെമ്പിൾ പ്രസിഡന്റ്, എനിക്ക് 3 ബ്രഹ്മചാരികൾ ഇവിടെ ഉണ്ട്. എന്റെ ടെമ്പിൾ പ്രസിഡന്റ്, ഒന്ന് എന്റെ കൗൺസിലർ, ഒന്ന് വേറൊരു ബ്രഹ്മചാരി ഉണ്ട്. പുള്ളി ഇപ്പൊ US-ലാണ്. അവരോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അന്നേരം തന്നെ ഞാൻ മെസ്സേജ് ചെയ്യും, പ്രഭുജി എനിക്കിത് മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല. പക്ഷെ ഭാഗവത്തിന്റെ മേളിൽ സംശയം ഒരിക്കലും വരരുത്. ഭാഗവത്തിന്റെ മേളിൽ സംശയം വന്നാൽ ഭഗവാന്റെ മേളിൽ സംശയം വരുവാണ്. ഭഗവാൻ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ 7 രാവും 7 പകലും ഗോവർദ്ധനത്തെ ഉയർത്തി നിർത്തി കഴിയുമോ? ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ആരുടെ തലയിലായിരിക്കുന്നത്? ആരുടെ തലയിലാണ്? അനന്തശേഷന്റെ തലയില്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഈ ഗോവർദ്ധന ഒരു കടുകുമണ്ണിയുടെ പോലും ഇല്ല, വലിപ്പമില്ല. അപ്പൊ ഭഗവാന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ നിരീശ്വരവാദികൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഭഗവാന് പൊട്ടിക്കാൻ പറ്റാത്തൊരു കല്ല് നിർമ്മിക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരം എന്താ? ആർക്കെങ്കിലും പറയാം? പൊട്ടിക്കാൻ പറ്റാത്ത പറഞ്ഞോളൂ. ഭഗവാൻ അത് സൃഷ്ടിക്കാനും സാധിക്കും, അത് പൊട്ടിക്കാനും സാധിക്കും. യെസ്, അബ്സല്യൂട്ട്ലി. താങ്ക് യു മാതാജി. ഭഗവാന് പൊട്ടിക്കാൻ പറ്റാത്ത കല്ല് നിർമ്മിക്കാൻ കഴിയും. അത് പൊട്ടിക്കാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ കഴിയൂ, വേറെ ആരെ കൊണ്ടും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗവതം വായിക്കുന്നത്. താങ്ക് യു മാതാജി, വളരെ കറക്റ്റ് ആയിട്ടോ. ഇപ്പം 6ാമത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഭാഗവതം പരിപൂർണമാണ്. കാരണം അത് രചിച്ചതാരിൽ നോവലിസ്റ്റോ സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ ശക്ത്യാവേശ അവതാരമായ ശ്രീ വ്യാസദേവനാണ്. കിംവായ് പര ഈശ്വര, ഏതൊരു വ്യക്തി ഭക്തിയോടെ ഭാഗവതപാരായണം ഭക്തിയോടെ വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നു, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം പ്രകടമാകുന്നു. ഭഗവാൻ എങ്ങനെ പ്രകടമാകുന്നത്? എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ആൾറെഡി ഉണ്ട്. മനുഷ്യന്റെ മാത്രമല്ല, എല്ലാ ജീവജാല ബാക്ടീരിയയുടെ ഉള്ളിൽ, എല്ലാത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ പരമാത്മ രൂപത്തിലുണ്ട്. പിന്നെങ്ങനെയാ പ്രകടമാകുന്നത്? നമുക്ക് റിയലൈസേഷൻ ഉണ്ടാകത്തില്ല ഭഗവാൻ ഉണ്ടെന്നുള്ളത്. നമുക്ക് ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ പറ്റും. നാരദമുനി കണ്ടമാരി കഴിഞ്ഞ ജന്മത്തിൽ, നാരദമുനിയുടെ കഴിഞ്ഞ ജന്മത്തിൽ. അപ്പം ഇതാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന 7 ഗുണങ്ങൾ, ഭഗവാന്റെ ഭാഗവത്തിന്റെ 7ാമത്തെ സവിശേഷതകൾ. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ചുള്ള 7 വിശേഷണങ്ങള്, 2ാമത്തെ ശ്ലോകത്തിൽ ഭാഗവത്തിനെ കുറിച്ചുള്ള 7 വിശേഷണങ്ങള്, 3ാമത്തെ ശ്ലോകത്തിൽ ശുഗോസ്വാമി പറയുന്നത് നിഗമകൽപ്പ തരോ ഗളിതം ഫലം സുഖമുഖ അമൃത ദ്രവ സംയുതം പിബത ഭാഗവത രസാമലയ മുഹുരവോ രസി ഭുവി ഭാവുകാഹ. അതായത് സകല ജനങ്ങളെയും സകല മാനവരാശിയെയും ഈ പരിപക്വമായ ഫലം, അതായത് സകല വേദങ്ങളുടെയും സകല ശാസ്ത്രങ്ങളുടെയും അതൊരു കൽപ്പവൃക്ഷമാണെങ്കിൽ ആ കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വമായ ഫലമാണ് ശ്രീമദ് ഭാഗവതം. ഇത് ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുകയാണ്. ആര്? ശുഗഗോസ്വാമി. അപ്പം നിങ്ങൾ ഭഗവാനെ കുറിച്ച് കേട്ടു, ഭാഗവത്തിനെ കുറിച്ച് കേട്ടു. ഇനി നിങ്ങളൊക്കെ വന്നിട്ട് ഈ പരിപക്വ ഫലം, അത് സുഖം മുഖാത് അമൃത ദ്രവ സംയുതം. ഈ അമൃതം, അതായത് നമുക്കറിയാം കുട്ടിക്കാലത്തൊക്കെ, ഇപ്പൊ എനിക്കറിയില്ല കുട്ടികളുടെ, നമ്മൾ മാങ്ങ പേരക്കയൊക്കെ പറിക്കാൻ പോകുമ്പം, അന്ന് വീട്ടിലുണ്ട്, ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ കാണാനും ഇല്ല അത്. ഇപ്പൊ ഞാൻ വളർന്ന വീട്ടിലൊക്കെ 10-11 സൈസിലെ മാവ് ഉണ്ടായിരുന്നു വീട്ടില്. കപ്പമാങ്ങ, ചത്തച്ചുണ്ട മാങ്ങ, മൂവാണ്ട മാങ്ങ, കിളിമാങ്ങ, പാണ്ഡ്യമാങ്ങ, വെള്ളരിക്ക മാങ്ങ, പിന്നെ ഇതിന്റെ പേര് വല്ലതിന്റെ നാട്ടുമാങ്ങ, ചോറിനകത്ത് വീഴുന്ന നാട്ടുമാങ്ങ, അതൊക്കെ കപ്പമാങ്ങ, ഏതാണ്ടൊക്കെ ഒരുപാടുണ്ട്. 10-11 ടൈപ്പ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഉണ്ട്. ഇപ്പൊ പറങ്കുമാവ് തന്നെ പല സൈസിലുണ്ടായിരുന്നു. പേരയ്ക്ക. അപ്പൊ ഇത് നമ്മൾ ചെന്ന് നോക്കും, തത്ത കൊത്തിയതുണ്ടോന്നും. തത്ത കൊത്തിയതിന് മധുരം കൂടുതലായിരിക്കും. അത് മധുരം കൂടിയതാണോ തത്ത കൊത്തുന്നത്? തത്ത കൊത്തിയത് കൊണ്ടാണ് മധുരം കൂടിയതെന്ന് വെച്ചാൽ തത്ത കൊത്തുന്നത് കൊണ്ടാണ് മധുരം കൂടിയതാണ് പറയുന്നത്. ഇവിടെ ശുഗ എന്ന് പറയുന്ന ആരാ? രാധാറാണിയുടെ പാരറ്റാണ്, തത്തയാണ്. ആ സുഖം മുഖ ആദ്യം ആൾറെഡി ഭാഗവതം എന്ന് പറയുന്നത് അമൃതമാണ്, മധുരം നിറഞ്ഞതാണ്. അത് സുഖ ഭഗവാന്റെ ശുഗഗോസ്വാമിയുടെ മുഖാരവിന്ദത്തിൽ വരുമ്പോൾ അതിന്റെ മാധുര്യം കൂടും. അപ്പൊ 3ാമത്തെ വിശേഷം നമ്മളെ ശുഗഗോസ്വാമി ശ്രീമദ് ഭാഗവതം വായിക്കാനും ശ്രവിക്കാനും ക്ഷണിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ വരാൻ പോകുന്ന കലിയുഗത്തിൽ മാനവരാശിക്കുണ്ടാകുന്ന ക്ലേശങ്ങളെ നമ്മുടെ ഋഷിവര്യന്മാര് കാണുകയാണ്. അവരുടെ ദിവ്യ ദൃഷ്ടി കൊണ്ട് കാണുകയാണ്. അതായത് ശൗനകാദികൾ, ശൗനക എന്ന് പറഞ്ഞാൽ ശൗനക എക്സെട്ര എക്സെട്ര എക്സെട്ര, ആയിരക്കണക്കിന് വൈരാക്കണക്കിന് സന്യാസിമാര് നൈമിഷികാര്യണത്തിൽ ഏതാണ്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞത്തിന് പരിപാടി കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? കലിയുഗത്തിൽ വരാൻ പോകുന്ന ജനങ്ങളുടെ താപങ്ങൾ, ദുഃഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടി. ഈ യാഗശാലയില് മഹാനായ സൂതഗോസ്വാമി എത്തുകയാണ്. സൂതഗോസ്വാമി ആൾറെഡി മഹാനാണ്. അദ്ദേഹം വരുന്നത് എവിടുന്നാണ്? പരീക്ഷിത് മഹാരാജാവും ശുഗഗോസ്വാമിയായിട്ടുള്ള ഭാഗവത സംഭാഷണം ലൈവായിട്ട് കേട്ടിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മഹാനാണ്. അപ്പൊ സൂതഗോസ്വാമി അല്ലാതെ തന്നെ വളരെ മഹാനാണ്. പിന്നെ മഹാനായ ഒരു വ്യക്തിക്ക് മാത്രമേ പരീക്ഷിത് മഹാരാജാവിനെ പോലെ അല്ലെങ്കിൽ ശുഗഗോസ്വാമിയെ പോലുള്ള വ്യക്തികളുടെ സംഭാഷണം ശ്രവിക്കാൻ ഭാഗ്യം കിട്ടുകയുള്ളൂ.
ആ വന്ന സൂതഗോസ്വാമിയെ ശൗനകാദികൾ വളരെ ബഹുമാനപൂർവ്വം ഭക്തിപൂർവ്വം ആദരിച്ച് വ്യാസാസനം കൊടുത്തിട്ട് ആ വ്യാസാസനത്തിൽ ഇരുത്തിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഗ്ലോറിഫൈ ചെയ്തതിന് ശേഷം 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്. നമുക്ക് നമ്മളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അത് ഡൂസ് ആൻഡ് ഡോൺസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ബാക്കിയുള്ള മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, ഇത് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകും, ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, ഇത് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകും, ഇത് മാത്രമാണുള്ളത്. പക്ഷെ നമ്മളുടെ അങ്ങനെയല്ല. ഭക്തൻ ഗുരുവിനോട് ചോദ്യങ്ങൾ നിങ്ങൾ ഉപനിഷത്ത് എടുക്ക്, ഗീത എടുക്ക്, ഭാഗവതം എടുക്ക്, ഇതെല്ലാം ചോദ്യ ഉത്തരങ്ങളാണ്. ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ മതവും മതഗ്രന്ഥങ്ങളും തരുന്നുണ്ട്. അതാണ് ഭഗവത്ഗീതയില് ഭഗവാൻ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഭഗവത്ഗീത മൊത്തം അർജുനന്റെ ചോദ്യങ്ങളാണ്. എന്ത് രസകരമായ ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. 4-ാം അധ്യായത്തില് ഭഗവാൻ പറയത്തില്ലേ, ഏവം വ്യവസ്ഥ യോഗം പ്രോക്തമാനഹോ അവ്യയം മനുവേ പ്രാഹ മനുരക്ഷാവ അബ്രവീത്. ആ ശ്ലോകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അർജുനൻ ചോദ്യം കൊച്ചു കുട്ടികൾ ചോദ്യമല്ലേ. അതെങ്ങനെയാ? സൂര്യഭഗവാൻ ജനിച്ചു 1000 വർഷങ്ങൾക്ക് മുമ്പ്, അങ്ങ് ഇപ്പോഴല്ലേ ജനിച്ചു, പിന്നെ സൂര്യൻ എങ്ങനെ അങ്ങ് ഗീതോപദേശം കൊടുത്തതെന്ന്? എന്ത് നിഷ്കളങ്കമായ ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവനും ചോദ്യോത്തരങ്ങൾ അടങ്ങിയതാണ്, സംശയ നിവാരണമാണ്. ഗുരുവിനോട് സംശയം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മാനവ സമാജത്തിന് ഏറ്റവും ശ്രേയസ്കരമായത് എന്താണ്? അത് ചോദിക്കാനുള്ള കാരണം എന്താണ്? വരാൻ പോകുന്ന യുഗത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അത് ഫോർസിങ് ചെയ്തിട്ട് അവരുടെ ദിവ്യദൃഷ്ടിയാണ് കണ്ടിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പം കലികാലത്തെ ജനങ്ങളിലുള്ള സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശൗനകാദികളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡൗട്ട് വന്നു. അതായത് ഇനിയും സൂതഗോസ്വാമി എല്ലാ ശാസ്ത്രങ്ങളെ റെഫർ ചെയ്തുകൊണ്ട് അതിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാൻ പിന്നെ കലികാലത്തിലെ ജനങ്ങൾക്ക് പറ്റത്തില്ല. പ്രായേണ അല്പായുഷു സഭ്യ കലാപേസ്മ യുഗജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുത. കലികാലത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായേണ അല്പായുസുകളാണ്. നമ്മൾ ഇപ്പോഴത്തെ തന്നെ എടുത്തു കഴിഞ്ഞാല് ഒരു ആവറേജ് വയസ്സ് എത്രയായിരിക്കും? ഇപ്പം ഒരു 75 എടുക്കാം. ആദ്യത്തെ ഒരു 10-20 വർഷം പഠിത്തം, അടുത്ത ഒരു 10-20 വർഷം കുടുംബം, അവസാനത്തെ ഒരു വർഷം കാലുവേദന, പല്ലുവേദന, മുട്ടുവേദന, തലവേദന, നടുവേദന എന്നുവേണ്ട എല്ലാം. പിന്നെ എവിടെയാ പഠിക്കാൻ സമയം? പ്രായണ അല്പായുസുക്കളാണ് പിന്നെ കലിയുഗത്തിലെ ജനങ്ങള്. സുമന്ദമതയോ ബുദ്ധിയില്ല, മായയിലാണ്. ഇതൊക്കെ കൊണ്ട് അവർക്ക് എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് എന്താണ്? എല്ലാ ഗ്രന്ഥങ്ങളുടെ എസൻസ് മാത്രം പറഞ്ഞു തരും. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി എസൻസ് ഓഫ് ആൾ സ്ക്രിപ്റ്റേഴ്സ്? എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഭഗവാൻ എന്തിനാ ഈ ഭൗതിക ലോകത്തിൽ വന്ന ദേവകി വാസുദേവന്റെ പുത്രനായിട്ട് ഈ ഭൗതിക ലോകത്തിൽ വരേണ്ട കാര്യം എന്താ? ഭഗവാൻ എന്ത് വേണമെങ്കിലും ആധ്യാത്മിക ലോകത്തിലിരിക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹിരണ്യകശിപു ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വരങ്ങൾ വാങ്ങി. താഴെ കൊല്ലരുത്, ഭൂമിയിൽ കൊല്ലരുത്, ആകാശത്തിൽ കൊല്ലരുത്, വെള്ളത്തിൽ കൊല്ലരുത്, അകത്ത് കൊല്ലരുത്, വെളിയിൽ കൊല്ലരുത്, അസ്ത്രം കൊണ്ട് വരരുതില്ല, ശസ്ത്രം കൊണ്ട് പറ്റത്തില്ല, ബ്രഹ്മാവിന്റെ സൃഷ്ടി കൊണ്ട് പറ്റില്ല, അത് ദേവന്മാര് പാടില്ല, മനുഷ്യന്മാര് പാടില്ല, മൃഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് പോളിസി അദ്ദേഹം എടുത്തു വെച്ചു. ഭഗവാന് പറയേണ്ട കാര്യം, കട്ടിൽ പടിയിൽ ചുമ്മാതിരിക്കുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോരാ? സന്ധ്യാസമയത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ മതിയായിരുന്നല്ലോ. ഇതെല്ലാം കണ്ടീഷൻ മീറ്റ് ചെയ്യും. പോരാ. അതെന്തിനാന്ന് നമുക്ക് പിന്നീട് ചർച്ച. അപ്പൊ ഭഗവാൻ എന്തിനാണ് ദേവകിയുടെ മകനായിട്ട് വന്നത്? അത് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, പുരുഷാവതാരം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം, ലീലാവതാരം എന്താണ്? ആറാമത്തെ ചോദ്യം, ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ നിന്നും തിരിച്ചു പോയപ്പോൾ ധർമ്മം ആരുടെ ശരണം, ആരെയാണ് ശരണം പ്രാപിച്ചത്? അപ്പോ ആദ്യത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ പിന്നീട് പറയാം. ഒന്നാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജയെ
അഹൈതുകി അപ്രതിക ഈ ആത്മാ സുപ്രസീതതി. സവൈ, തീർച്ചയായിട്ടും ഇതിനാൽ, ഈ പറഞ്ഞ കാര്യങ്ങളാൽ, പുംസ മനുഷ്യരുടെ പരോധർമ്മം, ഏറ്റവും വലിയ ധർമ്മം. എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞത്? ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക്, മനുഷ്യരൊഴിച്ചുള്ള ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് 4 ധർമ്മമുള്ളൂ. നമുക്കറിയാതെ എന്താണെന്നല്ലേ? എന്താണ്? ആഹാരനെതിരെ ഭയമായി തന്നെ. ഇത് 4 ഉള്ളൂ. ഒരു സിംഹമായാലും വനത്തിലെ കഴുതയായാലും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് എന്റെ വയറിനെ എങ്ങനെ നിറയ്ക്കാൻ പറ്റും, ആഹാരം. അത് കഴിഞ്ഞാൽ നിദ്ര, ഉറങ്ങണം. ഇതിൻ്റെ ഇടയ്ക്ക് ഭയം, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടണം. മൈഥുനം, റീപ്രൊഡക്ഷൻ, സന്താനോൽപാദനം. ഈ 4 ധർമ്മമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു 5ാമതൊരു ധർമ്മം ഇല്ല അവർക്ക്. മനുഷ്യനതല്ല. ഭാര്യയുടെ ധർമ്മം, ഭർത്താവിന്റെ ധർമ്മം, അച്ഛന്റെ ധർമ്മം, അപ്പൂപ്പന്റെ ധർമ്മം, മകന്റെ ധർമ്മം, കൊച്ചുമ്മന്റെ ധർമ്മം, സഹോദരന്റെ ധർമ്മം, സുഹൃത്തിന്റെ ധർമ്മം, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ധർമ്മം, മുതലാളിയുടെ എല്ലാ ധർമ്മവും നമുക്ക് ചെയ്യണം. ചെയ്തേ പറ്റൂ. പക്ഷെ ഏറ്റവും വലിയ ധർമ്മം എന്തുവാണ്? സവൈ പുംസാം പരോധർമ്മം. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഏതോ ഭക്തി അധോക്ഷജ. അധോക്ഷജ ഭഗവാന്റെ ഒരു പേരാണ്. ഭഗവാന്റെ ഭക്തി. ഭക്തിക്ക് വേണ്ടി ഒരു ധർമ്മവും മാറ്റിവെക്കാൻ പാടില്ല. വേറെ ഏതൊരു ധർമ്മവും ഭക്തിക്ക് വേണ്ടി മാറ്റിവെക്കാം. അതാണ്. ഞാന് ഇപ്പം എൻ്റെ ഇവിടെയുള്ള ഒരു ഡിവോട്ടിയുടെ മകള് CA പഠിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ച് ഒരു ബ്രേക്കപ്പായി. പുതിയ ഭാഷ ബ്രേക്കപ്പ്. ഒരു പയ്യനുമായിട്ട് ഇഷ്ടമായിരുന്നു. ആ പയ്യൻ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി. ആ കൊച്ച് കുറച്ച് ഡിപ്രഷനായി. അപ്പൊ എന്നോട് അവർ പറഞ്ഞില്ല, എനിക്ക് അറിയത്തുമില്ല. അപ്പൊ ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് മനസ്സിൽ, എൻ്റെ 16 മാല ജപം തീരുന്നതിന് വരെ ഞാൻ ക്ഷേത്രത്തിന്റെ ഹാളിൽ നിന്ന് വെളിയിൽ പോയില്ല, സംസാരിക്കില്ല, മൊബൈൽ എടുക്കില്ല. അത് 16 മാല കഴിഞ്ഞിട്ട് വെളിയിൽ പോയി നടക്കും. കാര്യം എനിക്ക് 1/2 മണിക്കൂർ ദിവസം നടക്കണം. അന്നേരം ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. അല്ലാതെ ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരും വരുത്തുമില്ല, ഞാൻ പറയത്തുമില്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നപ്പോ ഈ കുട്ടി അവിടെ വന്നു. എത്ര വയസ്സ് കാണും? 20 വയസ്സിനടുത്ത് കാണും. അത്രയേ ഉള്ളൂ. അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഡിപ്രഷനിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പൊ അമ്പലത്തിൽ വന്ന് രാവിലെ ഒരു 8:30-9 മണിക്ക് ഇടയ്ക്കാണ്, അതായത് ദർശനാർത്ഥി കഴിഞ്ഞിട്ടാണ്. പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ബ്രേക്കപ്പ് ചെയ്ത് പോയെന്ന് പറയുമ്പോൾ മനസ്സിലായി ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല. അപ്പൊ ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അതിനോട് ചോദ്യം ചോദിച്ചു, നീ എന്തിനാ പഠിക്കുന്നത്? അതെനിക്ക് ജോലി വേണം. എന്തിനാ ജോലി? പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം. പേരൻസിനെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് പോയി. ഞാൻ പറഞ്ഞു, ഇതിലൊന്നുമല്ല. ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്തിൽ ജോലിയോ ബിസിനസ്സോ കൃഷി എന്ത് ചെയ്യുന്നതെങ്കിലും അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. നമ്മളുടെ പരംധർമ്മം എന്ന് പറഞ്ഞ ഭക്തിയാണ്. സവേ പുംസാം പരോ ധർമ്മോ ഇതോ ഭക്തി. ഈ ശ്ലോകം ഞാൻ പറഞ്ഞു കൊടുത്തായി. പക്ഷെ വയസ്സെന്നിരുന്നിട്ട് ഭക്തി ചെയ്യാൻ പറ്റും, മാലയിക്കാൻ പറ്റും. വല്ലതും കഴിക്കണ്ടേ? കഴിക്കണമെങ്കിൽ ആഹാരം വേണമെങ്കിൽ പൈസ വേണം. പൈസ വേണേ ജോലി വേണം, അല്ല ബിസിനസ് വേണം. അതിന് പഠിക്കണം. അപ്പൊ പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ജോലി വേണം. ജോലി എന്ന് എന്തിനാ വെച്ചാൽ പൈസ വേണം. പൈസ വേണം, ആഹാരം കഴിക്കണം, അല്ല വീട് വേണം, വല്ല പാർപ്പിടം വേണം, വസ്ത്രം വേണം. അതെന്താണ്? മനസ്സമാധാനമായിട്ട് ഭക്തിയാണ്. പിന്നെ ഞാൻ അടുത്ത ചോദ്യമൊക്കെ ചോദിച്ചു, വിവാഹം കഴിക്കുന്ന എന്തിനാ? അതിനൊരു നല്ല മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, വിവാഹം കഴിക്കുന്ന പറഞ്ഞാൽ നിന്നെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തി വേണം, എങ്കിൽ മാത്രമേ മനസ്സമാധാനമായിട്ട് നിനക്ക് ഭക്തി ചെയ്യാൻ പറ്റൂ. അതേപോലെ പുരുഷനൊരു സ്ത്രീ വേണം, അവന്റെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ അവന് മനസ്സമാധാനമായിട്ട് ഭക്തി ചെയ്യാൻ പറ്റൂ. അവർക്ക് കുട്ടികൾ വേണം, കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ ആ കുട്ടികൾ അവരെ സംരക്ഷിക്കണം. ആ സമയത്ത് അവർക്ക് പരിപൂർണമായിട്ട് ഭക്തിയിൽ ഏർപ്പെടാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നോ അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു കൃഷ്ണഭക്തി ആയിരിക്കണം. നിർഭാഗ്യവശാൽ ഇന്ന് ഭൂരിഭാഗം ജനങ്ങൾ, ഈവൻ ഭക്തിയിൽ വന്നിട്ടുള്ളവർ പോലും, എല്ലാ ജോലിയും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ജപിക്കാം, അല്ലെ വായിക്കാം, അല്ലെ കേൾക്കാം. എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാറുള്ള എന്താ ഭാഗത്തിന് പറഞ്ഞ് സമയമില്ലായിരുന്നു സാറേ, അവിടെ പോകണമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും പരമമായ ധർമ്മത്തെ മാറ്റി നിർത്തിയിട്ട് സെക്കൻഡറി പ്രൈം ധർമ്മത്തിനെ മാറ്റി വെച്ചിട്ട് സെക്കൻഡറി ധർമ്മത്തിനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം സബലീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിന്റെ ധർമ്മം നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റില്ല. അതിന് മറുപടി നമ്മൾ പ്രകൃതിയോട് കൊടുക്കേണ്ടി വരും. അപ്പൊ ആദ്യത്തെ 2 ചോദ്യങ്ങൾ, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം കൃഷ്ണഭക്തിയാണ്. അതിനുവേണ്ടിയാണ്
ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യന്റെ ഇൻ ജനറൽ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? കൃഷ്ണഭക്തി. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഹിന്ദിയിലെ എഴുതിയത്, കൃഷ്ണ ദേവകിയുടെ മകനായിട്ട് ഈ ഭൗതിക ലോകത്തിൽ വന്നത് എന്തിനാ വന്നത്? ശ്ലോകം ശ്രീമദ് ഭാഗവത്തില് 10ാമത്തെ സ്കന്ധത്തില് 33ാമത്തെ അധ്യായത്തിൽ 36ാമത്തെ വളരെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. അതെല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം. 10.33.36 അനുഗ്രഹ ഭക്താനാം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശി ക്രീഡ യാ ശ്രുത തത്പരോ ഭവേ. അനുഗ്രഹ ഭക്താനാം, ഭഗവാൻ ഈ ഭൗതികത്തിൽ വരുന്നത് കംസനെ കൊല്ലാനോ രാവണനെ കൊല്ലാനോ ഹിരണ്യകശിപുവിനെ കൊല്ലാനോ അല്ല, രാസലീല ആടാനല്ല, ഗീതോപദേശത്തിനല്ല. അതൊക്കെ ആ ഭഗവാൻ ആരെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കാം. അനുഗ്രഹ ഭക്താനാം, അതിന് അനുഗ്രഹ മാനുഷം ദേഹമാസ്ഥിത, മനുഷ്യ ദേഹം ഭഗവാൻ സ്വീകരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അനുഗ്രഹ ഭക്താനാം. അതായത് മനുഷ്യാകാരം പൂണ്ട് ഭക്തരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ എത്തുമ്പോൾ ജനങ്ങള് ഏത് ലീലകളെ കുറിച്ച് കേട്ടിട്ടാണോ ആകൃഷ്ടരായി സമർപ്പണ ഭാവം സ്വീകരിക്കുമോ അത്തരം ലീലകളിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നത്. സിമ്പിൾ ഭാഷ, ഞാനിത് ട്രാൻസ്ലേഷൻ ആസിറ്റ് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, ഭഗവാൻ ഈ ലോകത്തിൽ വന്നിട്ട് ലീലകൾ ആടുമ്പോൾ ആ ലീലകൾ നമ്മളെ ആകർഷിക്കും ഭഗവാനിലേക്ക്. പണ്ടൊക്കെ സിനിമ കണ്ടിട്ടുള്ളവര് അവർക്ക് ഓർമ്മ കാണും, ഈ ഇന്റർവെൽ സമയത്ത് വരാൻ പോകുന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ കാണിക്കും. ചില പ്രധാനപ്പെട്ട അത് നസീർ ഉമ്മറുമായിട്ടുള്ള ഇടിയൊക്കെ ആയിരിക്കും. എന്നിട്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നിയോ അത് കാണണ്ടേ പറ്റും, നസീറിന്റെ ഇടി, ജയന്റെ ഇടി. ഞാൻ അങ്ങനെയുള്ള പിക്ചർ കണ്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞൊന്നും കണ്ടിട്ടില്ല. കുറച്ച് മമ്മൂട്ടി മോഹൻലാലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അത് കാണിക്കുമ്പോ നമുക്ക് ആ സിനിമയുടെ ആകർഷണം തോന്നാം. അതിനു വേണ്ടിയിട്ടാണ് ഇത് കാണുന്നത്. അതിന്റെ വാക്ക് പറയും, ഞാൻ ആ വാക്ക് ആലോചിച്ചത് എന്തുവായിരുന്നു, ആർക്കും ഓർമ്മയുണ്ടോ? ട്രയൽ അല്ല, എന്തോ ട്രയൽ അല്ല, വേറെ ഇത് ട്രെയിലറാണ്. പിക്ചർ അഭി ബാക്കി എന്ന് പറയും, ഇത് ട്രെയിലറാണ്. ട്രെയിലർ കാണിക്കും. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് കാണിക്കുന്ന ലീലകളെല്ലാം അത് വെറും ട്രെയിലറാണ്, നമ്മളെ ആകർഷിക്കാൻ വേണ്ടി. ഈ ഗോപികമാരും ഗോപന്മാരും ഭഗവാനത്തോടൊത്ത് ഇത്ര ക്ലോസ് ആയിട്ട് ഇടപെടുമ്പം നമ്മുടെ ഉള്ളിലും ആ ഒരു ത്വര ഉണ്ടാകണം, എനിക്കും അതുപോലെ ചെയ്യാൻ കഴിഞ്ഞാലും. ചെല്ലാൻ കഴിയണമെങ്കിൽ എങ്ങനെയാ? നമ്മുടെ വീട്ടിലോട്ട് ഭഗവാൻ വരില്ല, ഭഗവാന്റെ വീട്ടിലോട്ട് നമ്മൾ പോകണം. ആ പോകാനുള്ള പ്രോസസ്സാണ് ഭക്തി. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്. അത് മനുഷ്യ രൂപത്തിൽ വന്നാലേ നമ്മൾ റിലേറ്റ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്യില്ല. അതായിരുന്നു നാലാമത്തെ. അഞ്ചാമത് അവർ ചോദിക്കുന്നത്, നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പുരുഷാവതാരത്തിനെ കുറിച്ചാണ്. പുരുഷാവതാരത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. കാരണോപദേശ വിഷ്ണു, ഗർഭോദാശ വിഷ്ണു, ക്ഷീരോപദേശ വിഷ്ണു, അതാണ് മൂന്ന് പുരുഷാവതാരം. പിന്നെ ചോദിക്കുന്നത് ലീലാവതാരമാണ്. ലീലാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അനേക ലീലാവതാരങ്ങൾ, എണ്ണമറ്റ ലീലാവതാരങ്ങളാണ്. ആനസിംഗ് കടലിലെ തിരകൾ എണ്ണി മാറ്റാം, എന്റെ വിഭൂതികൾ അർജുന നിനക്ക് എണ്ണി മാറ്റാൻ പറ്റില്ല എന്ന് ഭാവം പറയുന്നു. അപ്പം ഒരു മിനിറ്റ്. ആ ലീലാവതാരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്കൂളത്തിൽ പിന്നെ പറഞ്ഞതാണ് ഏതംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുല ലോകം ഇടയന്തി വൈവേ. അതായത് ഈ പറഞ്ഞതൊക്കെ, ഈ പുരുഷാവതാരങ്ങളൊക്കെ, ലീലാവതാരങ്ങളും പുരുഷാവതാരങ്ങളും എല്ലാം മഹാവിഷ്ണുവും ഗർഭോദേശ വിഷ്ണുവും ക്ഷീരോപദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ ഭഗവാന്റെ അംശവും അംശത്തിന്റെ അംശവുമാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആറാമത് സൂതഗോസ്വാമിയോട് ചോദിക്കുന്നത്, കൃഷ്ണൻ തന്റെ ലീല അവസാനിച്ചിട്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഞാൻ ഇതിനോട് പറഞ്ഞെങ്കിലും രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായത്തിലായിട്ടാണ് സൂതഗോസ്വാമി ഇതിന് മറുപടി പറയുന്നത്. അപ്പൊ നാലാമത്തെ അഞ്ചാമത്തെയും ഞാൻ പറഞ്ഞു. ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരെ ശരണം പ്രാപിച്ചു, ധർമ്മം ആരെ ശരണം പ്രാപിച്ചു, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. കൃഷ്ണ സ്വതാമ ഉപഗതെ, അത് പറഞ്ഞില്ല. അത് മൂന്നാമത്തെ അധ്യായത്തില്
43-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്, കൃഷ്ണ സ്വതാമു ഉപഗതേ ധർമ്മജ്ഞാനാഭി സഹ കലു നഷ്ട ദൃശാമേഷ പുരാണോ അർക്കോ അധുനോദിത. ചോദ്യം എന്താണ്? ഭഗവാൻ ഈ ഭൗതിക ലീലകൾ സമാപിച്ചിട്ട് ഇവിടെ നിന്നും പോയപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? മറുപടി പറയുന്നത് 1-ാമത്തെ സ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് 43-ാമത്തെ ശ്ലോകത്തിലാണ്. കൃഷ്ണ സ്വധാമോ, സ്വന്തം ധാമത്തിലേക്ക് ഉപഗതെ പോയി കഴിഞ്ഞപ്പോൾ ധർമ്മജ്ഞാനാമി സഹ, സഹ എന്ന് പറഞ്ഞാൽ കൂടെ, സഹപാഠി സഹോദരൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ധർമ്മജ്ഞാനം കൂടെ പോയി. പിന്നെന്ത് സംഭവിച്ചു? കലവു നഷ്ട ദൃശാമേഷ, ഈ കലികാലത്ത് ദൃഷ്ടി നഷ്ടപ്പെട്ട, അതായത് എങ്ങോട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത, എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ബദ്ധ ജീവാത്മാക്കൾക്ക് ദൃഷ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുരാണോ, ഭാഗവത പുരാണം അർക്കോ അതിനോട് സൂര്യപ്രഭയോടുകൂടി, കോടി സൂര്യന്റെ പ്രഭയോടുകൂടി ശ്രീമദ് ഭാഗവം അവതരിച്ചു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഭഗവാന്റെ ഗ്രന്ഥാവതാരമാണ്. ഇത് വെറും ഒരു ഗ്രന്ഥം ചുമ്മാതാങ്കിലും എഴുതിയതല്ല, ധർമ്മവും ജ്ഞാനവും ഇതിനകത്തുള്ളതാണ്. അപ്പൊ ആദ്യത്തെ 5 അധ്യായങ്ങളാണ് നമ്മൾ ഇതുവരെ എടുത്തു തീർത്തുള്ളത്. അതിൽ 3 അധ്യായങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 4-5 അധ്യായങ്ങളുണ്ട്. അത് ഇന്നുകൊണ്ട് തീരത്തുമില്ല, 8 മണിക്കുള്ളിൽ നിർത്തുകയും വേണമായിരുന്നു. കാര്യം 8 മണിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 8:15 വരെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ 4-5 അധ്യായങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് 4-5 ചർച്ച ചെയ്തിട്ട് പിന്നെ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 6-ാമത്തെ അധ്യായം മുതൽ ചർച്ച ചെയ്യാം. ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, പറയാനുണ്ടെങ്കിലോ പറയാം. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു. ഓക്കെ, താങ്ക് യു. പ്രഭു മനസ്സിലാവുന്നുണ്ട്. ഹരേ കൃഷ്ണ, നന്നായി മനസ്സിലാവുന്നുണ്ട് പ്രഭു. ഈ ക്ലാസ് മുടങ്ങിയത് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഭാഗവതത്തിന്റെ ക്ലാസ് നമുക്ക് കിട്ടിയത് വളരെ നന്ദി പ്രഭു. പ്രഭുവിന്റെ അസുഖമൊക്കെ മാറി ഭഗവാൻ അനുഗ്രഹിച്ച് ഇപ്പോൾ വീണ്ടും ക്ലാസ് എടുക്കാൻ വന്നു. ഞങ്ങൾക്കും അതൊരു അനുഗ്രഹമാണ്. കാരണം പ്രഭുവിനെക്കാളും കൂടുതൽ ഞങ്ങൾക്കാണ് ആ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇത് മതിയും. ഭഗവതോടും പ്രഭുവിനോടും ഭഗവാനോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. നമ്മള് എന്നും എല്ലാത്തിനും ഭഗവാനോട് നന്ദി പറയണം. ഇത് മാത്രം എല്ലാത്തിനും, എന്തെല്ലാം നമ്മളൊരു ദിവസം രാവിലെ ഉണർന്നു കഴിയുമ്പം ഭഗവാനെ സ്മരിക്കണം, ഭഗവാൻ ഓർമ്മ പറയണം, ഭഗവാനോട് താങ്ക് യു പറയണം. ഇന്നലത്തെ ദിവസം എന്റെ നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. വീണ്ടും ഭഗവാനോട് നന്ദി പറയാം. ഓക്കെ, എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം ഇന്ദുമതി മാതാജി. താങ്ക് യു ഇന്ദുമതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി.